തിളങ്ങും പൊന്നമ്പിളി നീലവാനിൽ തെളിയുമ്പോൾ കൂട്ടുകുടുംബമൊന്നിച്ച് തക്ബീർ ചൊല്ലുവാൻ കൊതി ഒരു വട്ടം കൂടി നാട്ടിലെ ഒന്നു പറന്നെത്താൻ കൊതി ബീവിയും മക്കളും ഒന്നിച്ച് പെരുന്നാള് കൂടുവാൻ കൊതി ശംസ് കിഴക്കുദിക്കുമ്പോൾ പുത്തൻ ലിബാസുമീട്ടിട്ട് ഓമന മക്കളൊന്നിച്ച് പള്ളിയിൽ പോകുവാൻ കൊതി ഒരു വട്ടം കൂടി നാട്ടില് ഒന്നു പറന്നെത്താൻ കൊതി ബീവിയും മക്കളും ഒന്നിച്ച് പെരുന്നാള് കൂടുവാൻ കൊതി പുഞ്ചിരിക്കും മുഖവുമായി ഭൂമക്കളായി വിളമ്പിടും നെയ്ച്ചോറ് തിന്ന് റാഹത്തിൽ ഒന്നുറങ്ങാൻ പെരും കൊതി ഒരു വട്ടം കൂടി നാട്ടില് ഒന്നു പറന്നെത്താൻ കൊതി ബീവിയും മക്കളും ഒന്നിച്ച് പെരുന്നാള് കൂടുവാൻ കൊതി. അവൻ നാട്ടിലേക്ക് വരാൻ കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ ഇവൾ ഇവിടെ കൂടുതൽ ചള്ളിക്കുണ്ടിലേക്ക് ആപതിച്ചുകൊണ്ടിരിക്കുകയാണ്. റസിയുടെ ശരീരവും മനസ്സും കീഴ്പ്പെടുത്തിയതിനു ശേഷം മുനീർ ഇതാ ഒരു ദിവസം അവന്റെ യഥാർത്ഥ മുഖം പുറത്തെടുക്കുകയാണ്. അവൻ പറയുന്നത്, ഇത്താ ഒരു 50,000 രൂപ തരുമോ? 2 ആഴ്ച കൊണ്ട് ഞാൻ മടക്കിത്തരാം. ബുദ്ധിമുട്ടില്ലെങ്കിൽ. ബുദ്ധിമുട്ടോ? എന്ത് ബുദ്ധിമുട്ട്? ഞാനുള്ളപ്പോൾ നിനക്കൊരു ബുദ്ധിമുട്ട്, അത് പാടില്ല. നീ ഉള്ളപ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്, അതും പാടില്ല. പണം ഞാൻ നാളെ ബാങ്കിൽ നിന്ന് എടുത്തു തരാം. ശരി, സമാധാനമായി. ഹൈദറിന്റെ NRE അക്കൗണ്ടിൽ കുറെ അധികം പണമുണ്ട്. അവൻ ഒപ്പിട്ട് അയച്ചു കൊടുത്ത ചെക്ക് ലീഫുകളുമുണ്ട്. പിന്നെ എന്തിനാണ് വിഷമിക്കുന്നത്? പിറ്റേന്ന് തന്നെ അവൾ 50,000 രൂപ എടുത്തു കൊടുക്കുകയാണ്. അധികം ഒന്നും സംസാരിക്കാതെ മുനീർ എങ്ങോട്ടോ പോവുകയാണ്. 1-2 ആഴ്ചകൾ കഴിഞ്ഞു. സംഗമങ്ങൾ പിന്നെയും പലവരും നടന്നു. പക്ഷേ അവൻ ഈ കാശിന്റെ കാര്യം മാത്രം പറഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും കടം ചോദിക്കുകയാണ്. ഇത്തവണ 1 ലക്ഷമാണ് അവൻ ആവശ്യപ്പെടുന്നത്. എന്താ മുനീർ, നീ എനിക്കൊരു 50,000 തരാനുണ്ടല്ലോ, അത് മറന്നോ? ഓ, ഇത്തയുടെ ഒരു ഗമ അത് മനസ്സിൽ വെച്ച് നടക്കുകയാണല്ലേ. അത് തന്നിട്ട് ഇനി നമ്മൾ തമ്മിൽ കണ്ടാൽ മതി, മിണ്ടിയാൽ മതി. ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? പിണങ്ങാതെ ഞാനൊന്ന് ഓർമ്മപ്പെടുത്തിയെന്നല്ലേ ഉള്ളൂ. ധൃതിയില്ല, നീ തന്നാൽ മതി. നീ ചോദിച്ച 1 ലക്ഷം ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തു തരാം. അങ്ങനെ പ്രിയപ്പെട്ടവരെ 1 ലക്ഷം രൂപ കൂടി അവൾ ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയാണ്. അതുമായി അവൻ എങ്ങോട്ടോ പോവുകയാണ്. അവൻ എങ്ങോട്ടാണ് പോയത് എന്നുകൂടി നമ്മൾ അറിയണം. ഇതിനകം മുനീർ വേറൊരു കൂട്ടുകെട്ടിൽ പെട്ടിരുന്നു. ആ കൂട്ടുകെട്ടിൽ എല്ലാവരും ചേർന്ന് ആഡംബര വാഹനങ്ങളിൽ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. അവിടെ നക്ഷത്ര വേശ്യാലയങ്ങളുണ്ട്. ഒരു ഇരക്ക് തന്നെ ഒരു രാത്രിയിൽ 10,000-വും 15,000-വും രൂപ വേണം. റൂമിനും വില കൂടിയ മദ്യത്തിനും വേറെ പണം. അവന്റെ കയ്യിൽ എവിടെ കാശ്? ഒരിരയിൽ നിന്ന് അവൻ വസൂലാക്കുന്നു, മറ്റൊരിരയിൽ അവൻ ചെലവഴിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് റസിയ ബാങ്കിൽ നിന്ന് മടങ്ങുമ്പോൾ അവൾക്കൊരു തോന്നല്. എന്ത്? മുനീറിന്റെ സ്വഭാവത്തിന് ഇപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പഴയതുപോലെ അല്ലല്ലോ, അവനെ ഇപ്പോൾ വേണ്ടതുപോലെ കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് വരുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യുകയാ. നോക്കുമ്പോഴോ അത് മുനീർ തന്നെയാ. ഓ, എന്തൊരു നല്ല ചെറുപ്പക്കാരൻ അവനല്ലേ ഈ വിളിക്കുന്നത്. ഞാൻ വെറുതെ അവനെ തെറ്റിദ്ധരിച്ചല്ലോ റസിയ വിചാരിക്കുക. പക്ഷേ മുനീർ അല്പം ബേജാറിലായി കേട്ടോ. അവൻ ഫോണിലൂടെ പറയുകയാ, റസിയത്ത, ഒന്നും വിചാരിക്കരുത്. ഞാൻ പണവും കൊണ്ട് വരുന്ന വഴി ഒരു അബദ്ധം സംഭവിച്ചു. ആ പണം കംപ്ലീറ്റ് പോക്കറ്റ് അടിച്ചു പോയി. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്റെ ബാപ്പയുടെ ഹാർട്ട് ഓപ്പറേഷന് കെട്ടിവെക്കാനുള്ള പണമാ. ഇതിങ്ങോട്ട് കേട്ടപ്പോൾ റസിയ നെട്ടി. റബ്ബേ, ആ 1 ലക്ഷം പോയോ? റസിയത്ത, ഒന്നും വിചാരിക്കരുത്. എനിക്കൊരു ഉപകാരം കൂടി ചെയ്തു തരണം. 1 ലക്ഷം രൂപ കൂടി ബാങ്കിൽ നിന്ന് എടുത്തു തരണം. ഞങ്ങളുടെ വീട് പറമ്പ് വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇത്തയുടെ കടം വീട്ടുന്നതാണ്.
അവൾ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. റസിയത്ത, എന്താണൊന്നും മിണ്ടാത്തത്, എന്താ ഉരിയാടാത്തത്? എന്റെ ഉപ്പയുടെ കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ? റസിയത്തോടല്ലാതെ ഞാൻ വേറെ ആരോടെ ചോദിക്കുക? പ്ലീസ് എന്നെ ഒന്നുകൂടി സഹായിക്കണേ എന്ന് അവൻ പിന്നെയും വാചാലനായപ്പോൾ അതാ റസിയ പെട്ടെന്ന് ബാങ്കിലേക്ക് വരാൻ പറയുന്നു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, അവൾ ഒരു ഓട്ടോ പിടിച്ച് ബാങ്കിലെത്തി 1 ലക്ഷം രൂപ കൂടി ഇവൻ എടുത്തു കൊടുക്കുകയാണ്. യാത്ര പറയാൻ വേണ്ടി മാനേജറുടെ മുറിയിലേക്ക് ചെന്നതായിരുന്നു. എന്താണിത് മാഡം, പണമൊക്കെ പിൻവലിക്കുകയാണോ? മാനേജറുടെ ചോദ്യം. ഇല്ല സാർ, ഒരു അത്യാവശ്യത്തിന് വേണ്ടി എടുത്തത് എത്രയും പെട്ടെന്ന് തിരിച്ചടക്കും. ശരി ശരി, നിങ്ങളുടെ പണം നിങ്ങൾ എടുക്കുന്നു, ഞങ്ങൾക്ക് എന്ത് കാര്യം? പക്ഷേ ഇന്നലെ നിങ്ങളുടെ ഭർത്താവ് വിളിച്ച് അക്കൗണ്ടിലെ ബാലൻസ് അന്വേഷിച്ചിരുന്നു. ഇന്ന് വിളിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടപ്പോൾ അവളുടെ ഉള്ളിലൂടെ ഒരു കൊള്ളിയാൻ മിന്നി. 2.5 ലക്ഷം കൊടുത്തിരിക്കുന്നത് ഭർത്താവെങ്ങാൻ അറിഞ്ഞാൽ അല്ലേ? അവൾ അവിടുന്ന് യാത്ര പറഞ്ഞു പോരുമ്പോഴേ മാനേജർ അർത്ഥവത്തായ ഒരു ചിരി ചിരിച്ചു. കാരണം ആളുകളുടെ ഇടയിൽ രഹസ്യമായ ഒരു കാര്യം, രഹസ്യമായി എല്ലാവരും അറിയുന്ന ഒരു കാര്യം മാനേജറും അറിഞ്ഞിരുന്നു. ആ മുനീർ എന്ന ചെറുപ്പക്കാരന്റെ കയ്യിലെ ഇരയാണ് ഈ റസിയ എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. അതല്ലെങ്കിലും ഇല്ലേ, അള്ളാഹുവിന് പേടിയില്ലെങ്കിൽ ഇല്ലേ, ഇന്നത്തെ ചില ചെറുപ്പക്കാരുടെ, എല്ലാവരുടെയും അല്ല, ചില ചെറുപ്പക്കാരുടെ അതിരുവിട്ട കളികൾ ആ മാനേജർ ചിന്തിക്കുകയാണ്. അള്ളാഹുവിന് പേടിയില്ലെങ്കിൽ, നരകത്തെ കുറിച്ചുള്ള ചിന്തയില്ലെങ്കിൽ ഇന്ന് ആരെയാണ് തെറ്റിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്തത്? ഇന്നത്തെ ചില ചെറുപ്പക്കാരുടെ മൊബൈൽ കൊണ്ടുള്ള കളി അയാൾ ഓർക്കുന്നത്. ഏതൊരു പെണ്ണിനെയും വേഗം വീഴ്ത്തിടാമോ? ഇന്നും നീട്ടമായി ഹലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീഴ്ത്തിടാം. തെണ്ടിയായ മണ്ടനും ഇന്നു മൊബൈല, ജോലിയില്ല പെണ്ണനും 2 മൊബൈല. തെണ്ടിയായ മണ്ടനും ഇന്നു മൊബൈല, ജോലിയില്ല പെണ്ണനും 2 മൊബൈല. പൊന്നു മൊബൈല അതിൽ നോക്കിയിരിപ്പാ, പൊന്നു മൊബൈല അതിൽ നോക്കിയിരിപ്പാ. ദൃശ്യമേറെ കണ്ടവൻ വെള്ളമിറപ്പാ. എന്നുമെന്നു നേട്ടമായി ഹലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീഴ്ത്തിടാമോ? എന്നുമെന്നു നേട്ടമായി ഹലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീഴ്ത്തിടാ. ആദ്യം ഇവർ മിസ്സടിച്ച് ചൂണ്ടയിടുന്നേ, വീണിടുന്ന ഇരയിലവർ നാക്കി നീട്ടുന്നേ. ആദ്യം ഇവർ മിസ്സടിച്ച് ചൂണ്ടയിടുന്നേ, വീണിടുന്ന ഇരയിലവർ നാക്കി നീട്ടുന്നേ. കൊഞ്ചലുമായി പിന്നെ ചൊല്ലലുമായി, കൊഞ്ചലുമായി പിന്നെ ചൊല്ലലുമായി. മാനം പോകും നേരം വരെ ചൊല്ലലുമായി. എന്നുമെന്നു നേട്ടമായി ഹലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീഴ്ത്തിടാമോ? എന്നുമെന്നു നേട്ടമായി ഹലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീഴ്ത്തിടാ. പള്ളിയാണ് ചിന്തയിൽ റിങ്ങു ചെയ്യല, ആളുകൾക്ക് ശല്യമായി വച്ച വെക്കല. പള്ളിയാണ് ചിന്തയിൽ റിങ്ങു ചെയ്യല, ആളുകൾക്ക് ശല്യമായി വച്ച വെക്കല. മാന്യതയില്ല ഒട്ടും നേരവുമില്ല, മാന്യതയില്ല ഒട്ടും നേരവുമില്ല. മുന്നിലുള്ളയാളെ പോലും നോട്ടവുമില്ല. ഇന്നുമെന്നു നേട്ടമായി ഹലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീഴ്ത്തിടാമോ? എന്നുമെന്നു നേട്ടമായി ഹലഹല കൊഞ്ചലായി ഏതൊരു പെണ്ണിനെയും വേഗം വീഴ്ത്തിടാ. പോലീസ് വണ്ടിയിൽ സുഹൃത്തുക്കളുടെ കൂടെ മുനീർ ബാംഗ്ലൂർ ലക്ഷ്യമാക്കി കുതിക്കുകയാണ്. കയ്യിൽ തന്റെ വഞ്ചനക്കിരയായ പെൺകുട്ടിയുടെ 2 ലക്ഷം രൂപയുണ്ട്. ഇതിനകം ബാംഗ്ലൂരിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താൻ പരിചയപ്പെട്ട മേരി ഫെർണാണ്ടസ് എന്ന സുന്ദരിയോടൊത്ത് 2 ആഴ്ച കഴിയാൻ ഈ പണം അധികമല്ല. ബാങ്കിൽ നിന്ന് റസിയ മടങ്ങി വരിക. അവളുടെ മനസ്സിൽ വലിയ സന്തോഷമൊന്നുമില്ല. ഏതോ ഒരു ആപത്ത് തന്നെ വലയം ചെയ്തിട്ടുണ്ടോ എന്നൊരു തോന്നൽ. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്ത് നോക്കുമ്പോൾ അതാരാ? ഭർത്താവാ, ഹൈദറാ. റസിയ, നീ ഇത് എവിടെയാ? ഞാൻ ബാങ്ക് മാനേജർക്ക് വിളിച്ചിരുന്നില്ല. എന്തിനാ ഇത്ര അധികം പണം നീ ബാങ്കിൽ നിന്ന് എടുത്തത്? ആരോട് ചോദിച്ചിട്ടാ? അപ്പൊ റസിയ പറയാ, ആ ബാങ്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളിലാണ് എന്ന് ആളുകൾ പറയുന്നു. പണം എടുത്തെന്ന് മാറ്റുന്നതാണ് ബുദ്ധിയെന്നും. എന്നിട്ട് ആ പണം നീ എന്ത്
ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല എന്റെ പൊന്നെ, എല്ലാം ഇവിടെ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ട്. ശരി ശരി, തൽക്കാലം ഫോൺ കട്ടായെങ്കിലും അവളുടെ ഉള്ളിൽ ബേജാറ് കൂടുകയാ. 2.5 ലക്ഷം പിൻവലിച്ചത് അല്ലേ, അത് മുനീറിന്റെ കയ്യിലാണുള്ളത്. ഇതെങ്ങാൻ ഭർത്താവ് പറഞ്ഞാൽ അല്ലേ, മുനീറിനെയാണെങ്കിൽ ഇപ്പോൾ വിളിച്ചിട്ട് അവൻ ബാംഗ്ലൂരിൽ പോയി കഴിഞ്ഞാൽ ദിവസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ അവനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. മുനീർ ആകെ ഭ്രാന്താവസ്ഥയിലാണ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ നാട്ടിലെത്തി. എന്നാൽ ഒരു ജോലിക്കും പോകാൻ അവൻ തയ്യാറായില്ല. കാരണം എന്താ, മഞ്ഞപ്പിത്തം പിടിച്ചവന് സകലതും മഞ്ഞ നിറത്തിൽ തോന്നുന്നത് പോലെ മുനീർ അവന്റെ മനസ്സിൽ മുഴുവൻ ആരുടെ അടുത്ത, ആ ബാംഗ്ലൂരിലെ സുന്ദരിയുടെ അടുത്ത. അവരുടെ അരികിലേക്ക് പോകണമെങ്കിൽ പണം വേണം. ഇനി ആരെ ബ്ലാക്ക് മെയിൽ ചെയ്യാം എന്നാണ് അവൻ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ഇതാ റസിയുടെ അടുത്തെത്തി. പിന്നെയും പണം ചോദിക്കുകയാണ്. പണമില്ലെന്ന് പറഞ്ഞപ്പോഴേ അവളുടെ ആഭരണം പണയം വെക്കാൻ വേണ്ടി കൊടുക്കുകയാണ്. അത് വിറ്റ് അവൻ പിന്നെയും ബാംഗ്ലൂരിലേക്ക് പോയി. അത് തീർന്നപ്പോൾ അവൻ വീണ്ടും റസിയുടെ അടുത്ത് കടം ചോദിച്ചു വരികയാണ്. അപ്പോൾ അവൾ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോഴേ അവൾ പറയുന്നത് എന്താണ്, എന്നാൽ അയൽവാസികളുടെ കയ്യിൽ നിന്ന് കുറച്ച് സ്വർണം കടം വാങ്ങിച്ചു തരണം, എന്റെ ബാപ്പാന്റെ ചികിത്സക്ക് വേണ്ടിയിട്ടാ അല്ലേ, ഞങ്ങളുടെ സ്വത്ത് വിറ്റാൽ ഈ കടങ്ങളെല്ലാം വീട്ടാൻ പറ്റും, ഇത്തയോടല്ലാതെ ഞാൻ പിന്നെ ആരോടാ ചോദിക്കുക എന്ന് പറഞ്ഞ് പ്രിയപ്പെട്ടവരെ, അയൽവാസികളുടെ സ്വർണവും ഇവളെ കൊണ്ട് അവൻ വാങ്ങിപ്പിക്കുകയാ. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത ഈ സഹോദരി, ഞാനിത് അടിവരയിട്ട് പറയുകയാ, അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കാത്ത ഈ സഹോദരി അയൽവാസികളുടെ സ്വർണം വാങ്ങിച്ചിട്ട് ഇവന് പണയം വെക്കാൻ വേണ്ടി കൊടുക്കുക. അവന്റെ വാചാലതയിൽ മയങ്ങി വീണിട്ട് അല്ലേ, ഇവനുണ്ടോ പണയം വെക്കുന്നത്, അതൊക്കെ വിറ്റ് തുലച്ച് അവൻ ബാംഗ്ലൂരിൽ അടിപൊളി ജീവിതം നയിച്ചു കൊണ്ടിരിക്കുകയാണ്. അവധി തെറ്റിയപ്പോൾ അയൽവാസികൾ ഓരോന്നായി ചോദിക്കാൻ തുടങ്ങി. നാളെ നാളെ എന്ന് പറഞ്ഞ് ഇവൾക്ക് മടുത്തിരിക്കുന്നു. മുനീറിനെ വിളിച്ചിട്ട് പലപ്പോഴും ഫോൺ കിട്ടുന്നില്ല, ഫോൺ എടുക്കുന്നില്ല. ഇങ്ങനെ കുറെ ദിവസമായി അവന്റെ ഒരു വിവരവുമില്ല. ഇങ്ങനെ ബേജാറായി കഴിയുമ്പോൾ ഇതാ ഒരു നാൾ അവിചാരിതമായി മുനീർ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ആ ഫോണിൽ അവളുടെ ഭാവിയെ ബാധിക്കുന്ന ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അവൻ പറയുന്നത്. അതെന്തായിരുന്നുവെന്ന് ചൊല്ലി 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 പിന്നാളെ മോഹങ്ങൾ ഓതാം ഫോണിൽ കണ്ണാളെ. ചൊല്ലി 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 പിന്നാളെ മോഹങ്ങൾ ഓതാം ഫോണിൽ കണ്ണാളെ. ദൂതനന്ന് ചൊല്ലുമേ വിവരമോതും നിമിഷമേ, കേട്ട് പെണ്ണും വീഴുമേ നാലു പാടും നോക്കുമേ. ചൊല്ലി 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 പിന്നാളെ മോഹങ്ങൾ ഓതാം ഫോണിൽ കണ്ണാളെ. ചൊല്ലി 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 പിന്നാളെ മോഹങ്ങൾ ഓതാം ഫോണിൽ കണ്ണാളെ. വിഷയം കൊല്ലും ദൂതൻ വന്ന് ഫോണിൽ പറയും കാര്യം യാഥാർത്ഥ്യത്തിൽ മേലെയുമാകുമ്പോൾ, ഇന്ന് വരുന്നു നേരിൽ ചൊല്ലാൻ സാന്ത്വനമോദിടാം, ഒട്ടും വേണ്ട ഭയവും വേണ്ട കാശുകൾ തന്നിടാം. കേൾക്ക് സത്യം മാത്രമാ, ഞാൻ വരുന്നു നീട്ടമാ, തീർന്നു പോകും ദുരിതമാ, എന്നെയോർത്ത് ലാഭമാ. ചൊല്ലി 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 പിന്നാളെ മോഹങ്ങൾ ഓതാം ഫോണിൽ കണ്ണാളെ. ചൊല്ലി 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 പിന്നാളെ മോഹങ്ങൾ ഓതാം ഫോണിൽ കണ്ണാളെ. ചാരൻ വന്നു അന്നേരത്ത് ആദ്യം പുഞ്ചിരിയാ, ബേജാറിന്റെ ചെപ്പ് തുറക്കും പെണ്ണിന് സങ്കടമാ. സ്വർണം നൽകൂ പണവും നൽകൂ അവളുടെ ചോദ്യവുമാ, അന്നേരത്തെ രൂപം മാറി മോശം നോട്ടവുമാ. നോക്ക് പെണ്ണെ കാഴ്ചകൾ രൂപമാണി നേർക്കുനേർ ദൃശ്യമാകും പൊലിമയിൽ, കണ്ട നേരം ഭീതിയിൽ. ചൊല്ലി 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 പിന്നാളെ മോഹങ്ങൾ ഓതാം ഫോണിൽ കണ്ണാളെ. ചൊല്ലി 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 പിന്നാളെ മോഹങ്ങൾ ഓതാം ഫോണിൽ കണ്ണാളെ.